അസ്സലാമു അലൈക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി കൊണ്ടുള്ള മഹത്വങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആയത്തുൽ കുർസി കൊണ്ട് എന്ത് ദുആ ചെയ്താലും അള്ളാഹു നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരും. സൂറത്തുൽ ബഖറയുടെ 25-ാം വചനമാണ് ആയത്തുൽ കുർസി. അത്ഭുതങ്ങളുടെ കലവറയാണിത്. ആയത്തുൽ കുർസി ദിനംപ്രതി 40 പ്രാവശ്യം ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ കടക്കുകയില്ല. എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും. ആയത്തുൽ കുർസി ദിനംപ്രതി 17 പ്രാവശ്യം ഓതിയാൽ 2 ലോകത്തും വിജയം കിട്ടും. വരുമാനം വർദ്ധിക്കും. അവൻ അറിയാത്ത ഭാഗത്തു നിന്ന് അള്ളാഹു അവന് വരുമാനമെത്തിക്കും. സകല പ്രയാസങ്ങളും മാറിക്കിട്ടും. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഒരു വ്യക്തിക്ക് അസുഖം വരുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ പെട്ടെന്ന് ഗുണം കിട്ടും. ആയത്തുൽ കുർസിയെയും സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ 3 വചനങ്ങളെയും നിരന്തരമായി ഓതിയാൽ എത്ര കടുത്ത ബുദ്ധിമുട്ടുണ്ടായാലും മാറിക്കിട്ടും. ആയത്തുൽ കുർസി മുടങ്ങാതെ 170 പ്രാവശ്യം ഓതുന്നവന് വേദനകൾ ഉണ്ടാകില്ല. പിശാചിനെ ഭയക്കണ്ട, സിഹർ ഫലിക്കില്ല, ശത്രുക്കളിൽ നിന്ന് കാവൽ ലഭിക്കും, ഹാജത്തുകൾ നിറവേറും, സമ്പത്തിനും സ്വത്തിനും കാവലുണ്ടാകും, ആപത്തുകൾ ബാധിക്കില്ല, ദുർമരണങ്ങൾ ഉണ്ടാകില്ല, നന്മകൾ വന്നു ചേരും, കടങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. വലിയ കോപം വരുമ്പോൾ ആയത്തുൽ കുർസി ഓതി ഇടതുഭാഗത്തേക്ക് തുപ്പിയാൽ മതി. അങ്ങനെ നിരവധി എണ്ണിയാൽ തീരാത്ത പറഞ്ഞറിയിക്കാനാവാത്ത അത്ഭുതങ്ങളുടെ ഉറവിടമാണ് ആയത്തുൽ കുർസി. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയ ഒരു സൂറത്താണ് ആയത്തുൽ കുർസി. എത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ഒരു നിയ്യത്ത് വെച്ച് ആയത്തുൽ കുർസി ഓതി നോക്കുക, അത് ഉറപ്പായിട്ടും തന്നെ നടന്നു കിട്ടും. ഈ പുണ്യ വെള്ളിയാഴ്ച രാവിലെ എല്ലാവരും ചൊല്ലി നോക്കി, ഉറപ്പായിട്ടും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.